ഗൈസ് നമുക്ക് ഡിസാർത്രയെ പഠിക്കാം. ഫസ്റ്റ് തന്നെ ഡിസാർത്രൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇത് മെയിനായിട്ട് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലോ അല്ലെങ്കിൽ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിലോ ഉണ്ടാകുന്ന ഡാമേജ് കാരണം ഉണ്ടാകുന്ന ഒരു മോട്ടോർ സ്പീച്ച് ഡിസോർഡറാണ്. ഇതിൽ എന്തൊക്കെ ഉണ്ടാകുന്ന വെച്ചാൽ വീക്ക്നെസ്, ഇൻകോർഡിനേഷൻ അല്ലെങ്കിൽ അബ്നോർമൽ മസിൽ ടോൺ ഓഫ് സ്പീച്ച് മസിൽസ്. അപ്പോൾ ഇതിൻ്റെ കോസ് വന്നിട്ടുള്ളത് സ്ട്രോക്ക്, ട്രോമാറ്റിക് ബ്രെയിൻ ഇഞ്ചുറി, പാർക്കിൻസൺസ് ഡിസീസ്, മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ്, അമയോട്രോപിക് ലാറ്ററൽ സ്ക്ലിറോസിസ്, സെർബ്രൽ പാൾസി. ഇനി ഇതിൻ്റെ ടൈപ്പ് വന്നിട്ടുള്ളത് ഒരു 6 ടൈപ്പ് ഉണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് തന്നെ അതുള്ളതാണ് ഫ്ലാസിഡ്. അപ്പോൾ അതിൽ തന്നെ അതിൻ്റെ ലീഷൻ സൈറ്റ് വരുന്നത് ലോവർ മോട്ടോർ ന്യൂറോൺ ആണ്. പിന്നെ അതിൻ്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഹൈപ്പോട്ടോണിസിറ്റി, വീക്ക്നെസ്, ഹൈപ്പോനേസൽ സൗണ്ട്, ഹൈപ്പോനേസാലിറ്റി, പിന്നെ ബ്രത്തി വോയിസ്, പിന്നെ ഷോർട്ട് ഫ്രേസസ് ആയിട്ടായിരിക്കും ഒരു സംസാരിക്കുന്നുണ്ടാവുക. ആൻഡ് സ്പാസ്റ്റിക്കിലേക്ക് വരുമ്പോൾ അതിൻ്റെ ലീഷൻ സൈറ്റ് ബൈലാറ്ററൽ UMN ആണ്. അപ്പോൾ അതിൽ വരുന്നതാണ് സ്പാസ്റ്റിസിറ്റി. പിന്നെ ഹൈപ്പർനേസാലിറ്റി ഉണ്ടാവും. പിന്നെ ഇവരുടെ വോയിസ് സ്ട്രെയിൻഡ് ആൻഡ് സ്ട്രാങ്കിൾഡ് ആയിരിക്കും. പിന്നെ സ്ലോ എഫേർട്ട്ഫുൾ സ്പീച്ച് ആയിരിക്കും ഉണ്ടാവുക, മോണോപിച്ച് ആയിരിക്കും ഉണ്ടാവുക. ഇനി ഹൈപ്പോകൈനറ്റിക് പറയുകയാണെങ്കിൽ അടുത്ത ടൈപ്പ് ബേസൽ ഗാംഗ്ലിയയിലാണ് ലീഷൻ വരുന്നത്. കാണുന്നത് പാർക്കിൻസൺസ് ഡിസീസിലൊക്കെയാണ്. അപ്പം ഇവർക്ക് എന്ന് വെച്ചാൽ ലൗഡ്നെസ് കുറവായിരിക്കും, മോണോപിച്ച് ആയിരിക്കും, മോണോ ലൗഡ്നെസ് ആയിരിക്കും. പിന്നെ ഈ പാർക്കിൻസൺസുകാർക്ക് ഉണ്ടാകുന്നതാണല്ലോ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഒന്നും വരാത്തത്. അപ്പോൾ മാസ്കിംഗ് ഓഫ് ഫേസും കാണാം. ഇനി അടുത്തതാണ് ഹൈപ്പർ കൈനറ്റിക്. ഇതും ബേസൽ ഗാംഗ്ലിയ സർക്യൂട്ടിലാണ് വരുന്നത്. ഇതിലെന്ന് വെച്ചാൽ ഇൻവോളണ്ടറി ആയിട്ടുള്ള കുറച്ച് മൂവ്മെൻറ്റ്സ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വോയിസ് സ്റ്റോപ്പേജ് ഉണ്ടാവും. പിന്നെ റേറ്റൊക്കെ വേരിയബിൾ ആയിരിക്കും. ചിലപ്പം ടൂ സ്ലോ ആയിരിക്കും, ചിലപ്പം ടൂ ഫാസ്റ്റ് ആയിരിക്കും. പിന്നെ അടുത്തത് ഹാർഷ് വോയിസ് ആണ് വേറൊരു ക്യാരക്ടറിസ്റ്റിക്സ്. ഇനി അടുത്ത ടൈപ്പ് എന്ന് വെച്ചാൽ അറ്റാക്സിക് ആണ്. അറ്റാക്സിക്കിൽ ലീഷൻ വരുന്നത് സെറിബെല്ലത്തിലാണ്. ഇതിൽ മെയിനായിട്ട് സ്കാനിങ് സ്പീച്ച് ഉണ്ടാവും. അതായത് ഇവർ സിലബിൾസിലൊക്കെ ഈക്വൽ സ്ട്രെസ്സ് കൊടുക്കുക അല്ലെങ്കിൽ എക്സസീവ് സ്ട്രെസ്സ് കൊടുക്കുക. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ബനാന എന്നാണ് പറയേണ്ടതെങ്കിൽ ഇവർ ബ ന ന അങ്ങനെ ആയിരിക്കും പറയുക. എല്ലാത്തിനും ഈക്വൽ സ്ട്രെസ് കൊടുത്തിട്ട് അല്ലെങ്കിൽ ചിലപ്പം ഓവറായിട്ട് സ്ട്രെസ് കൊടുത്തിട്ട്. ഇനി അടുത്തതാണ് ലാസ്റ്റ് ടൈപ്പ് മിക്സ്ഡ്. അത് അമയോട്രോപിക് ലാറ്ററൽ സ്ക്ലിറോസിസിലാണ് കാണാം. ഇതിൽ മെയിനായിട്ട് ഫ്ലാസിഡിൻ്റെയും സ്പാസ്റ്റിക്കിൻ്റെയും ഫീച്ചേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതാണ് മിക്സ്ഡ് ഡിസാർട്രിയ. ഇനി ഇത് ടെസ്റ്റ് ചെയ്യുന്ന മെറ്റീരിയൽസ് മെയിനായിട്ട് FDA-2 ആണ്. അപ്പോൾ FDA-2 എന്ന് വെച്ചാൽ ഫ്രാഞ്ചൈ ഡിസാർട്രി അസസ്മെൻ്റ് ആണ്. ഇതിൽ ടെസ്റ്റ് ചെയ്യുന്നത് റിഫ്ലെക്സ് ഉണ്ട്, റെസ്പിറേഷൻ, ലിപ്സ്, ജോ, സോഫ്റ്റ് പാലറ്റ്, ലാരിങ്സ്, ടങ്, ഇൻ്റലിജിബിലിറ്റി ആണ്. ആൻഡ് ഇത് ഒരു 5 പോയിൻറ്റ് റേറ്റിംഗ് സ്കെയിലാണ്. A to E വരെയാണ്. A എന്ന് പറഞ്ഞാൽ നോർമൽ ആയിരിക്കും, E എന്ന് പറഞ്ഞാൽ സിവിയർ ആയിരിക്കും. ആൻഡ് ഇതിൻ്റെ മാനേജ്മെൻറ്റ് ഓപ്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഓരോ സ്പീച്ച് സബ്സിസ്റ്റത്തിനെയും ബേസ് ചെയ്തിട്ടാണ്. അതായത് റെസ്പിറേഷന് ഇപ്പോൾ നമ്മൾ ഡയഫ്രമാറ്റിക് ബ്രീത്തിങ് അല്ലെങ്കിൽ ബ്രെത്ത് സപ്പോർട്ട് എക്സസൈസസ് കൊടുക്കും. ഇപ്പോൾ ഫൊണേഷൻ ആണെങ്കിൽ സസ്റ്റെയിൻഡ് ആ ഫൊണേഷൻ പിച്ച് എക്സസൈസ് കൊടുക്കും. LSVT അതായത് ലൗഡ്നെസ്സിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കും. ആൻഡ് റെസൊണൻസിൽ നമ്മൾ പാലറ്റലായിട്ടുള്ള എക്സസൈസസ് അങ്ങനത്തേത് കൊടുക്കും. അല്ലെങ്കിൽ കണ്ടിന്യൂസ് പോസിറ്റീവ് എയർവേ പ്രഷർ മെത്തേഡ് യൂസ് ചെയ്യും, അല്ലെങ്കിൽ പ്രോസ്തെറ്റിക്സ് യൂസ് ചെയ്യാം. ഇനി ആർട്ടിക്കുലേഷനിലേക്ക് വരുമ്പോൾ നമ്മൾ സ്ലോ റേറ്റും ഓവർ ആർട്ടിക്കുലേഷനും മിനിമൽ പെയർ ഡ്രിൽസുമാണ് കൊടുക്കുക. ഇപ്പോൾ പ്രോസോഡിയിലേക്ക് വരുമ്പം സ്ട്രെസ് ഡ്രില്ല്, ഇൻഡോനേഷൻ പ്രാക്ടീസ്, പേസ് ബോർഡ്, ഇത്രയാണ് ഡിസാർട്രിയനെ പറ്റിയിട്ടൊരു ഓവർവ്യൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്.